എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ LP UPയുമായിട്ട് ബന്ധപ്പെട്ട് സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് ആണ് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യനുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുക കേട്ടോ. എന്നിട്ട് മാർക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ചാക്രിക രീതി അല്ലെങ്കിൽ സ്പൈറലിംഗ്, അതിന് ഉദാഹരണം ഏതാണ്? താഴെ പറയുന്നതിൽ സംഖ്യാബോധം പൂർണ്ണമായും പഠിച്ച ശേഷം സങ്കലനം, പിന്നീട് വ്യവകലനം, തുടർന്ന് ഭിന്നസംഖ്യ, ആദ്യ അനുഭവങ്ങൾ, പിന്നീട് പ്രതീകങ്ങൾ, തുടർന്ന് ചിത്രങ്ങൾ, അതിനുശേഷം ഭാഷ. സംഖ്യാബോധവും സങ്കലനവും വ്യവകലനവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നു. ആദ്യം വ്യക്തിഗത പ്രവർത്തനം, പിന്നീട് സംഘപ്രവർത്തനം, തുടർന്ന് ക്ലാസ് പ്രവർത്തനം, അതിനുശേഷം അവതരണം. ഏതാണ് സ്പൈറലിങ്ങിന് എക്സാമ്പിൾ? ചാക്രിക ആരോഹണ രീതി അല്ലെങ്കിൽ സ്പൈറലിംഗ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് ബ്രൂണറാണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് സിമ്പിൾ ടു കോംപ്ലക്സ് മെത്തേഡാണ്. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ അവിടെ വെച്ച് പഠിച്ച് നമ്മൾ അതങ്ങ് തീർക്കുകയല്ല ചെയ്യുന്നത്. അടുത്തടുത്ത ക്ലാസ്സിൽ ചെല്ലുമ്പോഴത്തേക്ക് അതേപ്പറ്റി കൂടുതൽ ആഴത്തിലും വ്യാപ്തിയിലേക്കും ഒക്കെ പോവുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സ്പൈറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സംഖ്യാബോധവും സങ്കലനവും വ്യവകലനവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നു. ഈ പറയുന്ന കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഹരിക്കുന്നതും ഒക്കെ നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിച്ച് അവിടെ അങ്ങ് വിടുകയല്ല ചെയ്യുന്നത്. അതേപ്പറ്റി തന്നെയാണ്, അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ അടുത്തടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. എന്താണ് ടാലൻറ്റ് ലാബ്? വായിച്ചു നോക്കിയേ. എന്താണ് ടാലൻറ്റ് ലാബ്? പ്രത്യേക ടാലൻ്റുള്ള കുട്ടികളെ കണ്ടെത്തി പ്രായോഗിക ലാബ് അനുഭവങ്ങൾ നൽകുന്നതാണോ? കുട്ടിക്ക് അഭിരുചിയുള്ള മേഖല കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ പരിശീലനവും പ്രോത്സാഹനവും നൽകുന്നതാണോ? ശാസ്ത്രത്തിൽ അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകുന്നതാണോ? ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഗണിതശാസ്ത്രം, IT മുതലായ വിഷയങ്ങൾക്ക് പ്രത്യേക ലാബുകൾ സ്ഥാപിക്കുന്നു. അപ്പോൾ ടാലൻറ്റ് ലാബ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് അഭിരുചിയുള്ള മേഖല ഏതാണെന്ന് കണ്ടെത്തി സ്കൂൾ പഠനകാലത്ത് തന്നെ അവർക്ക് പരിശീലനവും പ്രോത്സാഹനവും നൽകുന്നതാണ്. ഓപ്ഷൻ ബി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ആവശ്യം ഏതാണ്? സാർവത്രികമായ ഗുണനിലവാരം, സാർവത്രിക സാക്ഷരത, സാർവത്രികമായ വിദ്യാലയ പ്രവേശനം, സർവരെയും നിലനിർത്തൽ. ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സാർവത്രികമായ ഗുണനിലവാരം, യൂണിവേഴ്സൽ ക്വാളിറ്റി. നോക്കിക്കേ, 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള പഠന സൗകര്യങ്ങളും പഠന നിലവാരവും ഉയർത്തുന്നതിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 2002 മുതൽ 2017 വരെ നടപ്പിലാക്കിയ കേന്ദ്രാവിഷ്കൃത പദ്ധതി ഏതാണ്? DPP ആണോ, SSA ആണോ, RMSA ആണോ, സർവശിക്ഷ അഭിയാൻ ആണോ? ഈ സമഗ്ര ശിക്ഷാ അഭിയാനും അതുപോലെ തന്നെ സർവശിക്ഷ അഭിയാനും തമ്മിൽ തിരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ SSA അല്ലെങ്കിൽ സർവശിക്ഷ അഭിയാനാണ്. ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ചോദിക്കട്ടെ. SSAയുടെ ആപ്തവാക്യം എന്താണ്? ചോദിക്കാം. SSAയുടെ ആപ്തവാക്യം എന്താണ്? സർവരും പഠിക്കുക, സർവരും വളരുക. ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് SSA തുടക്കം കുറിച്ചത് ആരാണ്? AB വാജ്പേയി ആണ്. അതുപോലെ തന്നെ ചോദിക്കാം, നമ്മുടെ ഓപ്ഷൻ ഏതാണ്? സി, RMSA. RMSA എന്താ? RMSAയുടെ ഫുൾ ഫോം ചോദിക്കാം കേട്ടോ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനാണ് RMSA. ഇപ്പോൾ ഈ RMSA എന്ന് പറയുന്നത് നമ്മുടെ ഈ SSAയുടെ മാതൃകയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിയാണ് RMSA എന്ന് പറയുന്നത്. സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിയാണ് RMSA. അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് SSA. ഏതാണ്? നമ്മുടെ ഓപ്ഷൻ ബിയിൽ SSA, അതായത് സമഗ്ര ശിക്ഷാ അഭിയാൻ. നമ്മുടെ നേരത്തെ പറഞ്ഞ സർവശിക്ഷാ അഭിയാനും RMSA പറഞ്ഞില്ലേ, അതും ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവ ലയിപ്പിച്ച പുതിയ പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ. അപ്പോൾ സമഗ്ര ശിക്ഷാ അഭിയാൻ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ സമഗ്ര ശിക്ഷാ അഭിയാൻ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നു. അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ പദ്ധതിയാണ് മലയാള തിളക്കം. എന്താ പറഞ്ഞത്? കേരളത്തിലെ പ്രൈമറി സ്കൂളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതിയാണ്
മലയാളത്തിളക്കം. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം. അടുത്ത നോക്കിയ ഭാരമാകാത്ത പഠനം ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്ന റിപ്പോർട്ട് സമർപ്പിച്ച ദേശീയ വിദ്യാഭ്യാസ ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്ഷൻ ബി ആണ്, പ്രൊഫസർ യശ്പാലാണ് അല്ലേ. ഭാരമാകാത്ത പഠനം ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്ന് കണ്ടാൽ ആരാണ്? പ്രൊഫസർ യശ്പാലാണ്. ഓപ്ഷൻ ബി. ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വിവിധ വിഷയങ്ങളെ ഉദ്ഗ്രഥിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം എന്നാണോ? ജാതി മത വർഗ സാംസ്കാരിക സാമ്പത്തിക സാമൂഹിക വ്യത്യാസമില്ലാതെയുള്ള വിദ്യാഭ്യാസം, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരോടൊപ്പം വിവേചനമില്ലാതെ ലഭിക്കുന്ന മുഖ്യധാരാ വിദ്യാഭ്യാസം, ആൺപെൺ വിവേചനമില്ലാത്ത പൊതുവിദ്യാഭ്യാസം. ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരോടൊപ്പം വിവേചനമില്ലാതെ ലഭിക്കുന്ന മുഖ്യധാരാ വിദ്യാഭ്യാസമാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. എവിടെയാണ് കിട്ടുന്നത്? പൊതുവിദ്യാലയങ്ങളിൽ തന്നെയാണ് അല്ലേ. ബാക്കിയുള്ള കുട്ടികളോടൊപ്പം അല്ലെങ്കിൽ സമപ്രായക്കാരായ കുട്ടികളോടൊപ്പം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും യാതൊരു വിവേചനവും ഇല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അടുത്ത എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രസക്തി. ആത്മസാക്ഷാത്കാരത്തിനുള്ള വിദ്യാഭ്യാസ പദ്ധതി, പ്രശ്ന പരിഹരണത്തിനുള്ള വിദ്യാഭ്യാസ പദ്ധതി, സാർവദേശീയ വിദ്യാഭ്യാസ പദ്ധതി, തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗാന്ധിജി ആവിഷ്കരിച്ച ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധാ പദ്ധതി, അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി, നൈൻ താലിം എന്നിങ്ങനെയൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി അല്ലേ, തദ്ദേശീയമായ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി. അപ്പം ഇതെന്താണ്? അതായത് നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ഒരു കൈത്തൊഴിലൂടെ കുട്ടികളെ സ്വായത്തമാക്കുക, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, പ്രവർത്തിച്ചു പഠിക്കുക എന്നതിനാണ് അവിടെ പ്രാധാന്യം കൊടുത്തത്. അതുപോലെ ചോദിക്കാം, ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരകനായിരുന്ന ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ സക്കീർ ഹുസൈൻ ആയിരുന്നു. നോക്കിക്കേ, ആഗമന രീതി ഇൻഡക്റ്റീവ് മെത്തേഡിൻ്റെ സവിശേഷത അല്ലാത്തത്. ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡൊക്കെ നമ്മൾ കേട്ടിട്ട് മുതലേ പഠിച്ച് പച്ചവെള്ളം പോലെ ഇരിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ എഴുതാമല്ലോ. ഏതാണ് ആൻസർ? ഉദാഹരണത്തിൽ നിന്ന് പൊതുതത്വത്തിലേക്ക്. കറക്റ്റ് അല്ലേ? നമ്മൾ ആദ്യം കുറച്ച് ഉദാഹരണം കൊടുക്കുന്നു, അതിൽ നിന്നാണ് കുട്ടി പൊതുതത്വത്തിലേക്ക് എത്തിച്ചേരുന്നത്. അനുഭവങ്ങളിൽ നിന്ന് സിദ്ധാന്തത്തിലേക്ക്, കറക്റ്റാണ്. നിയമത്തിൽ നിന്ന് വിശദീകരണത്തിലേക്ക്, അത് കറക്റ്റാണോ? അത് തെറ്റാണ് അല്ലേ. അതുപോലെ നിരീക്ഷണത്തിൽ നിന്ന് നിഗമനത്തിലേക്ക്, അതും ശരിയാണ്. അപ്പോൾ ഇവിടെ സവിശേഷത അല്ലാത്തത് ഓപ്ഷൻ സി ആണ്. എന്താണോ വിലയിരുത്താൻ ഉദ്ദേശിച്ചത് അത് തന്നെ വിലയിരുത്താൻ കഴിയുക. മുകളിൽ പരാമർശിച്ചത് സിദ്ധിശോധകത്തിൻ്റെ ഏത് സവിശേഷതയാണ്? ഏതാണ്? വാലിഡിറ്റി ആണ് അല്ലേ, സാധുതയാണ്. ഓപ്ഷൻ എ. കുട്ടികളുടെ ലേഖനശേഷിയെ ബാധിക്കുന്ന ഒരു പഠന വൈകല്യം ഏതാണ്? ഈ ലേഖനം എന്ന് പറയുന്നത് വായനയാണോ എഴുത്താണോ എന്നൊക്കെ നമുക്ക് പരീക്ഷാ ഹാളിൽ വെച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം ലേഖനം എന്ന് പറയുന്നത് എന്താണ്? റൈറ്റിംഗ് ഡിസബിലിറ്റി ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഡിസ്ഗ്രാഫിയ. ഓപ്ഷൻ ബി. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് റീഡിംഗ് ഡിസബിലിറ്റി ആണ്. അവിടെ ചോദിക്കും ഭാഷണ വൈകല്യമാണ് ചോദിക്കുന്നത്, മനസ്സിലായോ? അല്ലെങ്കിൽ വായനാ വൈകല്യം എന്ന് ചോദിക്കാം. ലേഖന വൈകല്യം എന്ന് ചോദിച്ചാൽ അതെന്താണ്? ഡിസ്ഗ്രാഫിയാണ്. ഡിസ്കാൽക്കുലി അറിയാമല്ലോ, നമ്മുടെ മാത്സ് ചെയ്യുന്നതിലും കൃത്യമായിട്ട് സമയം മനസ്സിലാക്കുന്നതിനും നമ്മുടെ പൈസ കൈകാര്യം ചെയ്യുന്നതിനും ഒക്കെയുള്ള ബുദ്ധിമുട്ടാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയും. മാത്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്.